Good morning, my dear students. And today our topic Mudra Bank. That is the last topic of first chapter. Then Mudra Bank, that means Micro Units Development and Refinance Agency Limited. Mudra Bank, that is a Micro Units Development and Refinancing Agency. Mudra Bank is a public sector financial institution in India. It provides loans at a low rate to microfinance institutions and non-banking finance institutions, which then provide credit to MSME. It was launched by Prime Minister Narendra Modi on 8th April 2015. That is a Mudra Bank is a public sector financial institution. Mudra Bank എന്ന് പറയുന്നത് then it is the one of the public sector financial institution in India. ഇന്ത്യയിലുള്ള ഒരു പബ്ലിക് സെക്ടർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് മുദ്ര ബാങ്ക് എന്നുള്ള പേരിൽ. അതിൻ്റെ ഹെഡ് ഓഫീസ് അറ്റ് മുംബൈ. Then it provides loans at low rate to microfinance institutions and non-banking financial institutions. അതായത് മെയിൻ എയിം എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ലോൺസ് അറ്റ് എ ലോ റേറ്റ് ടു മൈക്രോഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൈക്രോഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ലോ റേറ്റിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുകയും ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയും ആൻഡ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ദെൻ പ്രൊവൈഡ് ക്രെഡിറ്റ് ടു MSME. അതായത് മീഡിയം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ആവശ്യമായിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു ബാങ്കിങ് സംവിധാനമാണ് ഇത് മുദ്ര ബാങ്ക് എന്ന് പറയുന്നത്. മുദ്ര ബാങ്ക് 2015 8th April 2015 മുദ്ര ബാങ്ക് ആരംഭിച്ചിരിക്കുന്നത്. ദെൻ ഹെഡ് ഓഫീസ് അറ്റ് മുംബൈ എന്ന് ഞാൻ പറഞ്ഞു. മുദ്ര ബാങ്ക് വാസ് ലോഞ്ച്ഡ് ഓൺ 8th April 2015 which a corpus of 20,000 crore and a credit guarantee corpus of 3,000 crore. Most individuals, especially those living in rural and interior part of India, have been excluded from the benefit of formal banking system. അതായത് പലതരത്തിലും നമുക്ക് ഒരുപാട് ബാങ്കിങ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ കൂടെ ഇത്തരത്തിലുള്ള എല്ലാ ബാങ്കിങ് സർവീസസും എന്താ പറയുന്നത് ആവശ്യക്കാരിൽ മോസ്റ്റ് ഇൻഡിവിജ്വൽസിനും എന്ത് കിട്ടുന്നില്ല, ഈ ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് അവൈലബിൾ ആവുന്നില്ല. മോസ്റ്റ് ഇൻഡിവിജ്വൽസ് എസ്പെഷ്യലി ദോസ് ലിവിങ് ഇൻ റൂറൽ ആൻഡ് ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ഇന്ത്യ വിച്ച് ഹാവ് ബീൻ എക്സ്ക്ലൂഡഡ് ഫ്രം ദി ബെനിഫിറ്റ് ഓഫ് ഫോർമൽ ബാങ്കിങ് സിസ്റ്റം. Therefore, they never had access to insurance, credit, loans and other financial instruments to help them developing their limited financial activities. So, most individuals depend on local money lenders for credit. എങ്കിൽ കൂടെ എന്താ പറയുക, ഇപ്പോഴും പല ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ മൈക്രോ യൂണിറ്റ്സിൻ്റെ ചെറിയ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അവരുടെ ഓണേഴ്സൊക്കെ ഇപ്പോഴും ഏതിനെ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്, മണി ലെൻഡേഴ്സിനെ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും നിലവിലുണ്ട്. ആസ് പെർ NSSO സർവേ ഓഫ് 2013, ദറ്റ് ഈസ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് 2013, there are around 5.77 crore small scale business units. This segment is unregulated and without financial support. അതിൽ ഇപ്പോൾ നമുക്കറിയാലോ ഇങ്ങനൊരു 2015 മുദ്ര ബാങ്ക് എന്നുള്ള പേരിൽ ഒരു ബാങ്ക് ആരംഭിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ 2013 സർവേ റിപ്പോർട്ട് പ്രകാരം 5.77 കോടി സ്മോൾ സ്കെയിൽ ബിസിനസ് യൂണിറ്റുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. അത്തരം സ്മോൾ സ്കെയിൽ യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് ദി സെഗ്മെൻറ്റ് ഈസ് അൺറെഗുലേറ്റഡ്. ഇത്തരം മേഖലകളെ റെഗുലേറ്റ് ചെയ്യാതിരിക്കുകയും ആൻഡ് വിത്തൗട്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ട്, മതിയായിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് അവൈലബിൾ അല്ലാതെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ആസ് പെർ NSSO സർവേ ഓഫ് 2013, there are around 5.77 crore small scale business units. This segment is unregulated and without financial support. ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം മേഖലകളെ മൈക്രോ അതിൻ്റെ പേര് തന്നെ നോക്കിയാൽ അറിയാം, മുദ്ര ബാങ്ക് എന്ന് പറയുന്നത് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ്, ചെറിയ യൂണിറ്റ്സിൻ്റെ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി. മൈക്രോ യൂണിറ്റുകളെ ഡെവലപ്പ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള റീഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് അല്ലെങ്കിൽ ബാങ്കിങ് സംവിധാനമാണ് മുദ്ര ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ലോഞ്ച്ഡ് ഓൺ 8th April 2015. ദെൻ വാട്ട് ഈസ് മെൻറ്റ് ബൈ മുദ്ര ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫൈൻ മുദ്ര ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുദ്ര ബാങ്ക് ഈസ് എ പബ്ലിക് സെക്ടർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഇറ്റ് പ്രൊവൈഡ്സ് ലോൺസ് അറ്റ് ലോ റേറ്റ് ടു
മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് മൈക്രോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ലോവർ റേറ്റിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുകയും ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ദെൻ പ്രൊവൈഡ് ക്രെഡിറ്റ് ടു MSME മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ബാങ്കിങ് സംവിധാനമാണ് ഇത് മുദ്ര ബാങ്ക് എന്ന് പറയുന്നത്. And then, what are the main objectives of Mudra Bank? That is, first one is regulate the lender and the borrower of microfinance and bring stability to the microfinance system through regulations and inclusive participation. അവിടെ regulate the lender and the borrower of microfinance, അതായത് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലെൻഡറെയും ബോറോവറെയും റെഗുലേറ്റ് ചെയ്യുകയും ആൻഡ് ബ്രിങ് സ്റ്റെബിലിറ്റി ടു ദ മൈക്രോ ഫിനാൻസ് സിസ്റ്റം. മൈക്രോ ഫിനാൻസ് സിസ്റ്റം ഒരു സ്റ്റേബിളായിട്ട് വെക്കുക എന്ന് പറയുന്നൊരു കർത്തവ്യം കൂടെ അതിനുണ്ട്. System through regulations and inclusive participation. Then second point is, first one is regulate the lender and borrower of microfinance. മൈക്രോഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിനെയും അല്ലെങ്കിൽ അതിൻ്റെ ലെൻഡർ ആൻഡ് ദ ബോറോവർ, അത് വാങ്ങിക്കുന്ന ആളെയും അതേസമയം അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെയും ഒരേപോലെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അതിനാവശ്യമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് എങ്ങനെയൊക്കെയാണ് ആ യൂണിറ്റുകളെ അസസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ശരിയായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അത്തരം സ്ഥാപനങ്ങൾ, അവരായിരിക്കുമല്ലോ ബോറോവേഴ്സ് എന്ന് പറയുന്നത്, അത്തരം സ്ഥാപനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മൈക്രോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് രണ്ട് പേരുടെയും ബോറോവേഴ്സിൻ്റെയും അതേപോലെ തന്നെ ലെൻഡേഴ്സിൻ്റെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുക, അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിക്കുക ഒരു ബാങ്കിങ് സംവിധാനം ആരംഭിക്കുക എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇത് മുദ്ര ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, റെഗുലേറ്റ് ദ ലെൻഡർ ആൻഡ് ദ ബോറോവർ ഓഫ് മൈക്രോ ഫിനാൻസ് and brings stability to the microfinance system through regulations and inclusive participation. Then next one is second point, extend finance and credit support to microfinance institutions and agencies that lend money to small businesses, retailers, self-help group and individuals. അവിടെ എക്സ്റ്റെൻഡ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് സപ്പോർട്ട്, അതായത് എക്സ്റ്റെൻഡ് ഫിനാൻസ് ഒന്നുകൂടെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക ടു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഈ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് സപ്പോർട്ട് ടു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് and agencies that lend money to small businesses, retailers, self-help group and individuals. Then അപ്പോൾ ആദ്യം പറയുന്നത് എന്താ, to protect the interest of lenders and borrowers, bring stability to the microfinancial system. That is the first point. Then second point, extend finance and credit support to microfinance institutions and agencies that lend money to small businesses, retailers, self-help group and individuals. Then third point is, register all microfinance institutions and introduce a system of performance rating and accreditation. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, നെക്സ്റ്റ് പോയിന്റിൽ രജിസ്റ്റർ ഓൾ മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് ആൻഡ് അക്രഡിറ്റേഷൻസ്, അതായത് എല്ലാ മൈക്രോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും അത് രജിസ്റ്റർ ചെയ്യുകയും ആൻഡ് ഇപ്പോൾ നമുക്കറിയാലോ മൈക്രോ ഫിനാൻസ്, നമുക്ക് ഇസാഫ് ഒക്കെ വളരെ നല്ലൊരു എക്സാമ്പിളാണ്, മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഈ മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം തന്നെ ഈ മുദ്ര ബാങ്കിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയും അതേപോലെ തന്നെ ആൻഡ് ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് ആൻഡ് അക്രഡിറ്റേഷൻ അവരെ വിലയിരുത്തുകയും ചെയ്യുക. ദിസ് വിൽ ഹെൽപ്പ് ബോറോവേഴ്സ് ടു ഇവാലുവേറ്റ് ദെയർ പെർഫോമൻസ് and also introduce an element of competitive among micro financial institutions. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു റാങ്കിങ് പ്രോസസ്സാണ്. അതായത് ഈ സ്മോൾ സ്കെയിൽ മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ മുദ്ര ബാങ്കിൻ്റെ കീഴിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ബാങ്കുകളൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് അത്തരം ഓരോ ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസ് ഏജൻസി ഏതാണ് അതിനെ റാങ്ക് ചെയ്യുക, നാഷണൽ ലെവലിൽ, ഇൻ്റർനാഷണൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിലൊക്കെ നമ്മളതിനെ റേറ്റ് ചെയ്യുക, അക്രഡിറ്റേഷൻ കൊണ്ടുവരിക.
ആ അക്രഡിറ്റേഷൻ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാ ബാങ്കുകളുടെ ഉള്ളിലും ഈ മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ഉണ്ട്, മറ്റുള്ളവരെക്കാളും കൂടുതൽ അച്ചീവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് സപ്പോർട്ട് ടു മൈക്രോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് ദാറ്റ് ലെൻഡ് മണി ടു സ്മോൾ ബിസിനസ്സസ്, റീറ്റെയിലേഴ്സ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽസ്. Then third point is register all microfinance institutions and introduce a system of performance rating and accreditation. Then fourth point is provide structured guidelines for the borrowers to follow to avoid failure of business or take corrective steps in time. Then fourth point, next objectives of മുദ്ര ബാങ്കിൻ്റെ ഫോർത്ത് വൺ ഈസ് പ്രൊവൈഡ് സ്ട്രക്ചേർഡ് ഗൈഡ് ലൈൻ ഫോർ ദി ബോറോവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്തരം യൂണിറ്റുകൾ ആരംഭിച്ചിട്ട് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസോ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ഫെയില്യൂർ ഓഫ് ബിസിനസ് യൂണിറ്റ്. ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫെയില്യൂർ ഇല്ലാതാക്കാനും അതേസമയം തന്നെ അതിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് ഇൻക്രീസ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ എക്സ്പാൻഷനിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ്സ് കൂടെ മുദ്ര ബാങ്കിനുണ്ട്. അപ്പോൾ പ്രൊവൈഡ് സ്ട്രക്ചേർഡ് ഗൈഡ് ലൈൻസ് ഫോർ ദി ബോറോവേഴ്സ് to follow to avoid failure of business or take corrective steps in time. ശരിയായിട്ടുള്ള സമയത്ത് നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ദ സ്റ്റാൻഡേർഡൈസ്ഡ് കൺവീനിയൻസ് ദാറ്റ് വിൽ ഫോം ദ ബാക്ക് ബോൺ ഓഫ് ദ ലാസ്റ്റ് മൈൽ ബിസിനസ് ഇൻ ഫ്യൂച്ചർ. ദെൻ ഡെവലപ്പ് ദ സ്റ്റാൻഡേർഡൈസ്ഡ് കൺവീനിയൻസ്, അതായത് കൺവീനിയൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഫോം ദ ബാക്ക് ബോൺ ഓഫ് ദ ലാസ്റ്റ് മൈൽ ബിസിനസ് ഇൻ ഫ്യൂച്ചറിലേക്ക് അതെന്തായാലും ഒരു സ്ട്രെങ്ത് ആർജിക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് offer a credit guarantee scheme to provide guarantee to loans bring offer to micro businesses. Offer a credit guarantee scheme to provide guarantee to loans being offered to micro businesses. മൈക്രോ യൂണിറ്റുകൾക്ക് മൈക്രോ ബിസിനസ്സിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക. ഓഫർ എ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓഫർ എ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ടു പ്രൊവൈഡ് guarantee to loans bring offer to micro businesses. Then seventh point, introduce appropriate technologies to assist in the process of efficient lending, borrowing and monitoring of distributed capital. അപ്പോൾ അതിലെന്താ പറയുക, ഇൻട്രൊഡ്യൂസ് അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ് ടു അസിസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് എഫിഷ്യൻറ്റ് ലെൻഡിങ്, ബോറോവിങ് ആൻഡ് മോണിറ്ററിങ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ. ശരിയായിട്ടുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസിങ് അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ് ടു അസിസ്റ്റ് ദ പ്രോസസ് ഓഫ് എഫിഷ്യൻറ്റ് ലെൻഡിങ്. ശരിയായിട്ടുള്ള രീതിയിൽ ലെൻഡിങ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസ് അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ് ടു അസിസ്റ്റ് ദ എഫിഷ്യൻറ്റ് ലെൻഡിങ്, ബോറോവിങ് ആൻഡ് മോണിറ്ററിങ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ. Then last point is build a suitable framework under the Pradhan Mantri Mudra Yojana for developing an efficient credit delivery system to small and micro businesses. അവിടെ പറയുന്നത് ബിൽഡ് എ സ്യൂട്ടബിൾ ഫ്രെയിംവർക്ക് അണ്ടർ ദി പ്രധാനമന്ത്രി മുദ്ര യോജന ഫോർ ഡെവലപ്പിംഗ് ആൻ എഫിഷ്യൻറ്റ് ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം ടു സ്മോൾ ആൻഡ് മൈക്രോ ഫിനാൻസ് യൂണിറ്റ്. അതായത് സ്മോൾ ആൻഡ് മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതിന് ആവശ്യമായിട്ടൊരു സ്യൂട്ടബിൾ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ build a suitable framework under the Pradhan Mantri Mudra Yojana for developing an efficient credit delivery system to small and micro businesses. These are the main objectives of Mudra Bank. അപ്പോൾ മുദ്ര ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? മുദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മുദ്ര ബാങ്ക് ഇസ് എ പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഇറ്റ് പ്രൊവൈഡ്സ് ലോൺസ് അറ്റ് low rate to micro finance institutions and non-banking finance institution which then provide credit to MSME. It was launched by Prime Minister Narendra Modi on 8th April 2015. ഈയിടെ ആയിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് മുദ്ര ബാങ്ക് എന്ന് പറയുന്നത്. ദ മെയിൻ എയിം ഓഫ് മുദ്ര ബാങ്ക് ഈസ് ടു പ്രൊവൈഡ്സ് ലോൺസ്. കണ്ടോ, അതിൻ്റെ മെയിൻ എയിം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. മുദ്ര ബാങ്ക് എന്ന് പറയുന്നത്
പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പബ്ലിക് സെക്ടർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ലോൺസ് ടു മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് പ്രൊവൈഡ് ലോൺസ് ടു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആവശ്യമായിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്നതാണ് ഇത് മുദ്ര ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അപ്പോൾ ഇത്തരത്തിലുള്ള മാത്രമല്ല നമ്മൾ പറഞ്ഞു NSSO എന്ന് പറയുന്ന നാഷണൽ ലെവലിലുള്ള സാമ്പിൾ സർവേ ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 5.77 crore സ്മോൾ സ്കെയിൽ യൂണിറ്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം യൂണിറ്റുകൾക്ക് അതെല്ലാം തന്നെ അൺറെഗുലേറ്റഡ് യൂണിറ്റ് ആയിട്ടാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അൺറെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രിക്കാൻ ആളില്ലാതെ, അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യാതെ, മതിയായിട്ടുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്ത ഒരുപാട് യൂണിറ്റുകൾ നിലനിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റീവ് സെക്ടേഴ്സിനെ, സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി അതിനുവേണ്ടി ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന മൈക്രോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റീഫിനാൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 2015 ആരംഭിച്ചിരിക്കുന്ന ഒരു ബാങ്കിങ് സംവിധാനമാണ് ഇത് മുദ്ര ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മുദ്ര ബാങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിന്റ് എന്താ? റെഗുലേറ്റ് ദ ലെൻഡർ ആൻഡ് ദ ബോറോവർ ഓഫ് മൈക്രോ ഫിനാൻസ്, എക്സ്റ്റെൻഡ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് സപ്പോർട്ട് ടു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, രജിസ്റ്റർ ഓൾ microfinance institutions and provide a system of performance rating and accreditation. And also fourth point is, next point is provide structuring guidelines for borrowers. Structured guidelines provide here. Then develop the standardized convenience that will form the backbone of the last mile business in future. The next one is offer a credit guarantee scheme to provide guarantee to loans being offered to micro businesses. The next one is introduce appropriate technologies to assist in the process of efficient lending, borrowing and monitoring of distributed capital. The last point is build a suitable framework under the Pradhan Mantri Mudra Yojana for developing an efficient credit delivery system to small and micro businesses. These are the main objectives behind the Mudra Bank system. Then ഇനി അതിൽ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്മോൾ ബാങ്ക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ സ്മോൾ ബാങ്ക്സിൽ what is meant by small bank? The purpose of small bank will to provide a whole package of basic banking products such as deposit and supply of credit, but in limited area of operation. The main objective of such banks in provision of banking facilities to underserved or unserved sections of the population, supply of credit to small farmers, micro and small industries and other unorganized sector entities through high technology low cost operation. പിന്നെ സ്മോൾ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിച്ചിരിക്കുന്ന, അതായത് ഇപ്പോഴും നമുക്ക് റൂറൽ ഏരിയയിലുള്ള ആളുകളിലെ ബാങ്കിങ് സംവിധാനമായിട്ടില്ല എങ്കിൽ അവരെ കൂടെ അതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഒരു ബാങ്കിങ്ങിനെയാണ് നമ്മൾ എന്താ പറയുക? സ്മോൾ ബാങ്കിങ്. വൺ ഓഫ് ദി മൈക്രോ ഫിനാൻസ് ഏജൻസി കൂടിയായിട്ടുള്ള ഇസാഫ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. Next one is payment banks. Payment banks is an Indian new model of banks conceptualized by the RBI. RBI ആരംഭിച്ചിരിക്കുന്ന ഒരു ബാങ്കിങ് സംവിധാനമാണ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. These can deposit which is limited to 1 lakh customer many and may increase later. അതായത് ധാരാളം ഡെപ്പോസിറ്റ് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാനോ സാധിക്കില്ല. ഒരു മിനിമം റെസ്ട്രിക്ഷനോട് കൂടിയിട്ട് ഒരു 1 lakh rupees വരെയുള്ള ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് മേ ഇൻക്രീസ് ലേറ്റർ, പിന്നീട് അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാങ്കിങ് സംവിധാനമാണ് സ്മോൾ ബാങ്ക് എന്ന് പറയുന്നതും പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നതും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററൂടെ കഴിയാണ്. അതിൽ ദെൻ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് എന്നുള്ളൊരു നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയാണ് ഇനി നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം.
അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ മെയിൻ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു പോവാണ്, റിവൈസ് ചെയ്ത് പറഞ്ഞു പോവാണ്. വാട്ട് ഈസ് മെൻ ബൈ ബാങ്ക് ആൻഡ് വാട്ട് ആർ ദി ആൻഡ് ഡിഫൈൻ ബാങ്കിങ്. ഈ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ ബാങ്ക് ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ബാങ്കിങ് എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ബാങ്ക് ഈസ് എ കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് മേക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. ആരും മറക്കരുത്. അപ്പോൾ എന്താ അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ബാങ്ക് എന്ന് പറയുമ്പോൾ അതിന് സമ്മറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ബാങ്ക് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഫൈനാൻഷ്യൽ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് and accept deposit from the public and lend and make loans and advances for the purpose of making profit. ലാഭമുണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും പണം കടം കൊടുക്കുകയും ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളൊന്നുകൂടെ ശ്രദ്ധിക്കാട്ടോ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഫസ്റ്റ് ചാപ്റ്ററാണ്. പിന്നെ അതേപോലെ തന്നെ ഡിഫൈൻ എന്ന് പറയുമ്പോൾ ആ ഡെഫിനേഷൻ എഴുതേണ്ടത് അക്കോർഡിംഗ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് മണി. Accepting for the purpose of lending money, lending or investment of deposit of money from the public or repayable on demand or otherwise and withdrawable by check, draft order or otherwise. അതായത് ഇവിടെ ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. കടം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയോ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം സമാഹരിക്കുകയും ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക് ആൻഡ് റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. അവരാവശ്യപ്പെടുന്ന മുറയ്ക്ക് തന്നെ അവർക്കത് തിരിച്ചു കൊടുക്കാം എന്നുള്ള കണ്ടീഷൻ മേൽ. അതർവൈസ് ആൻഡ് വിഡ്രോബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ ഓർഡർ. അതായത് ചെക്കോ ഡ്രാഫ്റ്റോ ഓർഡറോ ഏത് രീതിയിലാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത് വെച്ചാൽ ആ ആവശ്യപ്പെടുന്ന പക്ഷം അത് വിഡ്രോ ചെയ്യാനുള്ളൊരു അനുമതിയോടുകൂടി ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും ഫങ്ഷൻ ചെയ്യുകയും ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവറായിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ ബാങ്ക് ആൻഡ് ഡിഫൈൻ ബാങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ അതിൽ നമുക്ക് സാധാരണ ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ, ഓൺ ദി ബേസിസ് ഓഫ് ownership, on the base of domicile, on the base of organization structure and on the base of RBI schedule. ഇങ്ങനെയൊക്കെ നമ്മൾ ബാങ്കുകളെ തരംതിരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്നതിൽ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ, ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്നുകൂടെ വൃത്തിയായിട്ട് പഠിക്കുക. അതിൽ നിന്ന് മെയിൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരിക വാട്ട് ഈസ് മെൻ ബൈ കമേഴ്ഷ്യൽ ബാങ്ക്, വാട്ട് ഈസ് മെൻ ബൈ ഇൻഡിജിനസ് ബാങ്ക്സ്, വാട്ട് ഈസ് മെൻ ബൈ റീജിയണൽ റൂറൽ ബാങ്ക്, ദെൻ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ഒരു ഡെഫിനിഷൻ, മീനിങ് ഇതൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ വളരെ വിശദമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ ഓരോ ബാങ്കുകളും ചെയ്യുന്ന സേവനത്തിനെ അടിസ്ഥാനമാക്കി, അവർ ചെയ്യുന്ന സർവീസിനെ ആസ്പദമാക്കി ബാങ്കുകളെ തരംതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ടു പ്രൊവൈഡ് ലോങ് ടൈം ലോൺസ് ടു ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. കണ്ടോ, അത് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഞാനത് ഒന്നുകൂടെ പറയുകയാണത്. ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, അഗ്രികൾച്ചറൽ ബാങ്ക്സ്, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്, സേവിങ്സ് ബാങ്ക്, ഇൻഡിജിനസ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്. ഇതിൽ കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് കമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശം ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ഓർ പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക ഫോർ ക്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് കമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുക. കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് നമുക്ക് ഏതൊക്കെ പറയാം? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്,
ഇതെല്ലാം ഫെഡറൽ ബാങ്ക്, ഇതൊക്കെ നമുക്ക് ഏതിന് എക്സാമ്പിളായിട്ട് പറയാം. ദെൻ കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്ന ഹെഡിൽ നമുക്കതിനെ ഉൾപ്പെടുത്താം. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുന്നത്, ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സുകളെയാണ്. അത്തരം മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ബാങ്കുകളെയാണ്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സിനെ നമ്മൾ പഠിച്ചിരിക്കുന്ന IFCI, ICICI, IDBI, സിഡ്ബി, നബാർഡ്, IIBI, പിന്നെ അതുപോലെ തന്നെ എക്സിം ബാങ്ക്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 4-5 കോമൺ ഫീച്ചർ പഠിക്കുക. ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ലക്ഷ്യം എന്താണോ, ആരെയാണ് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത്തരം മേഖലകളെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയാം. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതി പഠിക്കാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് IFCI, ഫസ്റ്റ് വൺ IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI 1948 അവിടെ കുറച്ച് പോയിന്റുകൾ നമുക്ക് IFCIയും IDBIയും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. പ്രൊവൈഡ് സബ്സ്ക്രൈബിംഗ് ദ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ കൺസേൺ, ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺ, ടു പ്രൊവൈഡ് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ. ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ് ഇത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് IFCI എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ അവിടെ ഓരോന്നിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കി. ക്ലാസിഫിക്കേഷനിൽ കമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്താണെന്ന് പറയണു. ഇൻഡസ്ട്രിയൽ ബാങ്കിന് നമ്മൾ പറയുന്ന പേരെന്തൊക്കെയാണ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ബാങ്കാണ് ഇത്. സെക്കൻഡ് വൺ ഇൻഡസ്ട്രിയൽ. വളരെ എക്സാമ്പിൾ ഓഫ് ഇൻഡസ്ട്രിയൽ ബാങ്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ഇൻഡസ്ട്രിയൽ ബാങ്കിനുള്ള എക്സാമ്പിളാണ് IFCI, ICICI, IDBI, സിഡ്ബി, IIBI, നബാർഡ്, എക്സിം ബാങ്ക്, ദെൻ NHB, എക്സെട്ര. ദെൻ അവിടെ അത്തരം ബാങ്കുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. ഏത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നുള്ള പേരിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നുള്ള പേരിലും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള ബാങ്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. IDBIയും IFCIയും ICICIയും IIBIയും എക്സിം ബാങ്കൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഓരോന്നും അവിടെ ദെൻ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഇന്ത്യൻ ഗവൺമെൻറ് ഓൺഡ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഇത് IFCI എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ബാങ്കാണ്. ദെൻ ഇൻഡസ്ട്രിയൽ ബാങ്കിന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദറ്റ് ഈസ് IIBI, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IIBI. ദെൻ നബാർഡ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നബാർഡ് വാസ് സെറ്റപ്പ് ഇൻ July 2012, 1982. ദെൻ ക്രെഡിറ്റ് ഫങ്ഷൻസ്, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്, റെഗുലേറ്ററി ഫങ്ഷൻ. അപ്പോൾ നബാർഡ് എന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് കോൺസെപ്റ്റ് IDBI, സിഡ്ബി, നബാർഡ് അതൊക്കെ നന്നായിട്ട് പഠിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൽ SFCS, സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമാണ് സ്റ്റേറ്റ് ലെവലിലുള്ള അപ്പെക്സ് ബാങ്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ കമേഴ്ഷ്യൽ ബാങ്ക് പറഞ്ഞു, സെക്കൻഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ബാങ്ക് ആൻഡ് തേർഡ് വൺ ഈസ് അഗ്രികൾച്ചറൽ ബാങ്ക്. അഗ്രികൾച്ചർ ബാങ്കിൻ്റെ ഉദ്ദേശം എന്താണ്? ടു പ്രൊവൈഡ് ഫിനാൻസ് ടു അഗ്രികൾച്ചർ സെക്ടർ, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഫാർമേഴ്സ്. ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉദ്ദേശം, ഈ അഗ്രികൾച്ചറൽ ബാങ്കുകളുടെ ഉദ്ദേശം. അപ്പോൾ ഈ അഗ്രികൾച്ചർ ബാങ്കുകൾ എന്താ ചെയ്യുക? ദീസ് ബാങ്ക്സ് പ്രൊവൈഡ് ഫിനാൻസ് ടു അഗ്രികൾച്ചർ ഫോർ ദെയർ ഫാമിംഗ് ഓപ്പറേഷൻസ്. ദേ പ്രൊവൈഡ് ലോങ് ടേം ആസ് വെൽ ആസ് ഷോർട്ട് ടേം ലോൺസ് ടു അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ്. ദെൻ ഫോർത്ത് പോയിന്റിൽ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ദെൻ അവിടെ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് റിഫേഴ്സ് ടു എക്സ്ചേഞ്ചിങ് ദ കറൻസി വൺ കൺട്രി ഫോർ അനദർ പ്രൊവൈഡിങ് എക്സ്ചേഞ്ച്. തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യാണ്? അവിടെ
പ്രൊവൈഡ് സർവീസസ്, അതായത് അതിനെ റെഗുലേറ്റ് ചെയ്യാം, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സേവിങ്സ് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ പോസ്റ്റ് ഓഫീസ് സർവീസസ് ഒക്കെ ഇപ്പോൾ സേവിങ്സ് ബാങ്ക് എന്ന് പറയുന്ന ഹെഡിൽ വന്നിരിക്കുന്നതാണ്. ദെൻ അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡിജിനസ് ബാങ്കേഴ്സ് ചോദിക്കാൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇൻഡിജിനസ് ബാങ്കേഴ്സ്. Then indigenous bank is defined as individual or private firm which receive deposit, deals in hundis, engage in lending money. അതായത് പണം ക്രയവിക്രയം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇല്ലീഗലായിട്ടുള്ള, രേഖകൾ പെടാത്ത രീതിയിലുള്ള കണക്കുകൾ ഉള്ള തരത്തിലുള്ള സംവിധാനത്തെയാണ് നമ്മൾ എന്താ പറയുക, ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിജിനസ് എന്ന് പറയുമ്പോൾ നാടൻ ബാങ്കുകളെയാണ് നമ്മൾ എന്താ പറയുക, ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ then അതിൻ്റെ ഡിഫക്റ്റ് ഓഫ് ഇൻഡിജിനസ് ബാങ്കേഴ്സ് കൂടെ പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇൻഡിജിനസ് ബാങ്കേഴ്സ് കാണാറുണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ഇൻഡിജിനസ് ബാങ്ക്. പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. കോപ്പറേറ്റീവ് ബാങ്ക്സിന് നമ്മൾ എന്ത് പറയും, 3 ടയർ സ്ട്രക്ചറാണ് ഇന്ത്യയിലുള്ളത് കോപ്പറേറ്റീവ് ബാങ്ക്സിന്. ഒന്ന് ഫസ്റ്റ് നമ്മൾ പറയും, ദെൻ സ്റ്റേറ്റ് ലെവൽ, ദെൻ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് പ്രൈമറി ലെവലിലുള്ള ഒരു 3 ടയർ സ്ട്രക്ചറാണ് ഇതിനുള്ളത്, കോപ്പറേറ്റീവ് ബാങ്ക്സിനുള്ളതാണ്. പിന്നെ സെൻട്രൽ ബാങ്ക്, ദെൻ ഇന്ത്യയുടെ RBI ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് അവർ കൺട്രി. ദെൻ അതിൽ ലാസ്റ്റ് പോയിന്റ് റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് 1975 റീജിയണൽ റൂറൽ ബാങ്ക്. അപ്പോൾ ദെൻ ഇത്രയാണ് നമ്മൾ എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ, സേവിങ്സ് ബാങ്ക്, അഗ്രികൾച്ചറൽ ബാങ്ക് എക്സെട്ര. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പാണ്. ഓണർഷിപ്പ് നോക്കിയിട്ട് ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്നും പബ്ലിക് സെക്ടർ ബാങ്ക് എന്നും കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നാണ് പറയുക. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ ആർ ഓൺഡ് ബൈ ദ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ എന്താ പറയുക, പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലല്ലാത്ത ബാങ്കുകളെയാണ്, അല്ലെങ്കിൽ മെജോറിറ്റി ഷെയറുകളും പബ്ലിക്കിൻ്റെ കയ്യിലാണെങ്കിലാണ് നമ്മളവിടെ എന്ത് പറയുക, ദറ്റ് ഈസ് ദ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓണർഷിപ്പിലുള്ളതാണ്. കോപ്പറേറ്റീവ് അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോപ്പറേറ്റീവ് മെമ്പേഴ്സിൻ്റെ അധീനതയിലുള്ള ബാങ്കുകളെയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണർഷിപ്പ് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിന് ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറിന് പ്രൈവറ്റ് മെമ്പേഴ്സും, അതേപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കോപ്പറേറ്റീവ് ബാങ്ക്സുമാണ്. അപ്പോൾ ദെൻ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് മെൻ ബൈ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, വാട്ട് ഈസ് മെൻ ബൈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ഡൊമിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ദെൻ അവിടെ ഇന്ത്യൻ ബാങ്ക് എന്നും ഫോറിൻ ബാങ്ക്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ഓൺ ദി ബേസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് ആൻഡ് കൺസോർട്ടിയം ബാങ്കിങ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ബാങ്കിങ്. അതിന് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കണം. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കുമ്പോൾ ബ്രാഞ്ചുകൾ, ഒറ്റ ബ്രാഞ്ച് മാത്രമുള്ള വെച്ചാൽ യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഒരുപാട് ബ്രാഞ്ചുകളുണ്ടെങ്കിൽ നമ്മളതിന് എന്തെന്ന് പറയുന്നു, ദെൻ അവിടെ ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നു. ദെൻ പിന്നെ ചെയിൻ ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, കൺസോർട്ടിയം ബാങ്കിങ്, ഇതൊക്കെ മുൻപ് എടുത്തിട്ടുള്ളതാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒന്നൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ RBI ഷെഡ്യൂളിലൊക്കെ ആണെങ്കിൽ നമ്മളതിനെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും അതുപോലെ തന്നെ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നു. അതായത് RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ RBI ആക്ട് 1934 അത്തരം ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക്സിൻ്റെ അതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ലോങ് ടൈം ലോൺസും ഷോർട്ട് ടൈം ലോൺസും മീഡിയം ടൈം ലോൺസും എല്ലാം ഒരേ ബാങ്കുകൾ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലാണെന്ന് വെച്ചാൽ ദെൻ ദിസ് സിസ്റ്റം കമ്പൈൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്കിങ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ കമേഴ്ഷ്യൽ ബാങ്കിങ് സംവിധാനം കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇത് പറയുക മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ദെൻ
ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്, അത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം, ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, അതൊരു പിക്ചർ വരച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലാണെങ്കിൽ നമുക്കവിടെ സെൻട്രൽ ബാങ്കും അതേപോലെ തന്നെ കമേഴ്ഷ്യൽ, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള പേരിൽ ബാങ്കുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതാണ് ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് ഇൻഡിജിനസ് ബാങ്കേഴ്സും അതേപോലെ തന്നെ മണി ലെൻഡേഴ്സുമാണ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടേഴ്സിലുള്ളത്. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത്, ഹു ഈസ് എ മണി ലെൻഡർ? എ മണി ലെൻഡർ ഈസ് എൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ദാറ്റ് യൂഷ്വലി ലെൻഡ് റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട്. മണി ലെൻഡറെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു തുക മാത്രം അവർ കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ, എമൗണ്ട് ഓഫ് മണി അറ്റ് വെരി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് വളരെ കുറഞ്ഞ ചിലവിൽ കൂടുതലായിട്ട് എന്താ പറയുക, വളരെ കുറഞ്ഞ പൈസ കൊണ്ട് തന്നെ കൂടുതലായിട്ട് പണം മണി ലെൻഡേഴ്സ്, മണി ലെൻഡർ ഈസ് എൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ദാറ്റ് യൂഷ്വലി ലെൻഡ്സ് റിലേറ്റീവ്ലി സ്മോൾ എമൗണ്ട് ഓഫ് മണി അറ്റ് എ വെരി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വളരെ വലിയ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടെ തന്നെ വളരെ കുറച്ച് പൈസകൾ കടം കൊടുക്കുന്നവരെയാണ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. മണി ലെൻഡേഴ്സ് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യില്ല. അവിടെ നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സും what is the difference between indigenous bankers and money lenders? That is question ഉണ്ട്. The next one is conventional function of commercial bank. Very important. Primary functions, secondary functions. Primary functions le accept deposit and lending money. Accept deposit le fixed deposit, current deposit, savings deposit, recurring deposit, home safe deposit. Loans and advances le എന്താ പഠിക്കാനുള്ള? ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, പിന്നെ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, മണി അറ്റ് കോൾ ആൻഡ് നോട്ടീസ്. അതുപോലെ തന്നെ ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ക്രിയേഷൻ ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ബാങ്ക്സ് മേക്ക് മോർ ലോൺസ് ടു കൺസ്യൂമേഴ്സ് ആൻഡ് ബിസിനസ് വിച്ച് ദ റിസൾട്ട് ദാറ്റ് ദ എമൗണ്ട് ഓഫ് മണി ഇൻ സർക്കുലേഷൻ ഇൻക്രീസസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ യൂണിക് പവർ ഓഫ് ദ ബാങ്ക്സ് ടു മൾട്ടിപ്ലൈ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് ഹാൻസ് ഡെപ്പോസിറ്റ്. ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു മീനിങ്ങിലൂടെയാണ് നമുക്കത് മനസ്സിലാവേണ്ടത്, ക്രെഡിറ്റ് ക്രിയേഷൻ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ക്രെഡിറ്റ് ക്രിയേഷൻ ഒരു ഷോർട്ടേജ് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റൻ ആണ്. ദെൻ സെക്കൻഡറി ഫങ്ഷൻസിൽ ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്, അത് പഠിക്കാനുണ്ട്. പാരഗ്രാഫ് ഷോർട്ടേജ് ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ ഏജൻസി സർവീസസ്? കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്ന ഏജൻസി സർവീസസ് എന്തൊക്കെയാണ്? അതേപോലെ തന്നെ കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്ന ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണത്. ദെൻ വാട്ട് ആർ ദി ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്? കമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കാം? ATM ഫെസിലിറ്റി, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, മെയിൽ ട്രാൻസ്ഫർ, മൊബൈൽ ബാങ്കിങ്, ടെലിഫോൺ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ്, ചെക്ക് ട്രൺക്കേഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് ഫണ്ട് സിസ്റ്റം ആൻഡ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് RTGS. അപ്പോൾ ഇതൊക്കെ ഇന്നോവേറ്റീവ് ബാങ്കിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്. നെക്സ്റ്റ് ചാപ്റ്ററിൽ വിശദമായിട്ട് നമ്മൾ ഏത് പഠിക്കും? ഇന്നോവേറ്റീവ് ബാങ്കുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും, പുതിയ ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് റോൾ ഓഫ് ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വായിച്ചു നോക്കുക. ദെൻ സെൻട്രൽ ബാങ്കും സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസും പഠിക്കുക. ദെൻ നമുക്ക് അതിൽ പഠിക്കാനുള്ളത് RBIയുടെ ഫങ്ഷൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. RBI ഫങ്ഷൻസ്. RBI ഫങ്ഷൻസിലെ മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ഉണ്ടോ? മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ അതിൽ 4 ഇപ്രാവശ്യം essay ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതിൽ തന്നെ ഒരു ഫൈഡൂഷറി സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കത് വിശദമായിട്ട് നമ്മുടെ ബുക്കിലില്ല, നമുക്ക് 4 പോയിൻറ്റ്സേ പറയുന്നുള്ളൂ. ഫിക്സഡ് ഫൈഡൂഷറി സിസ്റ്റം അല്ലേ, മിനിമം റിസർവ് സിസ്റ്റം, ദെൻ പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം, മിനിമം റിസർവ് സിസ്റ്റം, അതേപോലെ തന്നെ ഫൈഡൂഷറി, മാക്സിമം ഫൈഡൂഷറി സിസ്റ്റം, മിനിമം ഫൈഡൂഷറി സിസ്റ്റം, മാക്സിമം ഫൈഡൂഷറി സിസ്റ്റം, മിനിമം റിസർവ് സിസ്റ്റം ആൻഡ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ഈ 4 സിസ്റ്റംസാണ് പണം അടിച്ചിറക്കുന്നതിന് നമ്മൾ ഫോളോ ചെയ്യാറുള്ള സിസ്റ്റംസ് എന്ന് പറയുന്നത്. ദെൻ RBI 1934 prescribed proportional reserve system in accordance with which is not less than 40% of the total volume of notes to be covered by the gold. ഇതാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റമാണ്. ദെൻ
ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് RBI, അത് ചോദിക്കാം. പിന്നെ അതിൽ വെരി ഇമ്പോർട്ടൻറ്റ് എസ് എ ക്വസ്റ്റ്യൻ ക്രെഡിറ്റ് കൺട്രോൾ, ക്വാണ്ടിറ്റേറ്റീവ് വെപ്പൺസ് ആൻഡ് ക്വാളിറ്റേറ്റീവ് വെപ്പൺസ്, അതാണ് ഇന്ന് ചോദിക്കാവുന്ന. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ റിസർവ് റേഷ്യോ, 2 മാർക്കിൻ്റെ ക്വസ്റ്റിനും ചോദിക്കാം. അതേസമയം അതൊരു എസ് എ ക്വസ്റ്റിനും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്, സോഷ്യൽ ബാങ്കിങ്, വില്ലേജ് ലീഡ് സ്കീം, വില്ലേജ് അഡോപ്ഷൻ സ്കീം, സർവീസ് ഏരിയ അപ്രോച്ച്, ഡിഫറെൻറ്റ് ബാങ്കിങ് സിസ്റ്റം. ദെൻ അതിൽ ലാസ്റ്റ് നോൺ പെർഫോമിംഗ് അസറ്റിനെ കുറിച്ചുള്ള അതുകൂടെ പഠിക്കാനുണ്ട്. ദെൻ പിന്നെ ലാസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് മുദ്ര ബാങ്കിങ് എന്ന് പറയുന്ന ബാങ്കിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. മുദ്ര ബാങ്കിങ്, സ്മോൾ ബാങ്കിങ് ആൻഡ് പേയ്മെൻറ്റ് ബാങ്കിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കൺക്ലൂഷനിലേക്ക് വരാം. ടുഡേയ്സ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് മുദ്ര ബാങ്ക്, പിന്നെ സ്മോൾ ബാങ്ക്സ്, പേയ്മെൻറ്റ് ബാങ്ക്, ഇത്ര മാത്രമാണ് നമുക്ക് എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മളൊരു ഓവർ റിവ്യൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻറ്റ് എസ് എ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുള്ളത് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് RBI, എസ് എ ക്വസ്റ്റ്യൻ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് RBI. പിന്നെ അതേപോലെ തന്നെ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. 2 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ദെൻ commercial banks, discuss the functions of commercial bank, how commercial banks create credit creation എന്ന് പറയുന്നത്. Then describe the functions of central bank, explain the organization structure of RBI, explain the credit control measures of RBI, give an account of emerging trends in banking in India. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, ഇത്രയും ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആവാണ്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുക. അതേപോലെ തന്നെ അതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലെ ദെൻ അവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് മെൻ ബൈ CRR, ക്യാഷ് റിസർവ് റേഷ്യോ, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. Then next one is real time gross settlement, RTGS. Then next one is electronic fund transfer. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.